അങ്ങനെ പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ജ്യേഷ്ഠനും പ്രിയപ്പെട്ട ഞങ്ങളെ കൂട്ടുകാരനുമായിട്ട് ഞങ്ങൾ നേരെ പോയത് ഹുദൈബിയയിലേക്കാണ്. അവിടെ നല്ലൊരു കട ഉണ്ട്. നമ്മുടെ ചായക്കട ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളെ ഇന്ത്യൻ ക്ലബിൻ്റെ മുന്നിലൂടെ നെസ്റ്റോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ക്ലബ്ബ് കേട്ടോ, ബഹ്റൈനിലെ ദ ഇന്ത്യൻ ക്ലബ്ബ്. ഇന്നലെ കൂടെ പരിപാടി ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിട്ടോ. ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ 100 ഫിൽസ് ടോക്കൺ എടുക്കണം. അപ്പോൾ ജ്യേഷ്ഠൻ പോയി ചില്ലറെല്ലായിട്ട് പോയി വാങ്ങിക്കൊണ്ടുവന്ന് 100 ഫിൽസൊക്കെ അതിലിട്ട് ടോക്കൺ എടുത്ത് അതിൽ കാറിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ ഫൈനാണ് 10 ദിനാറാണ്. പിന്നെ ഞങ്ങൾ നേരെ ചായക്കടയിലേക്ക് നടത്താണ്. തൊട്ട മുമ്പ് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് നമ്മളെ പ്രിയപ്പെട്ട റഹീസ് ഉണ്ടായിരുന്നു, പഴയ ഞങ്ങളെ കൂട്ടുകാരന്. അവനൊക്കെ ചോദിച്ച് നമ്മളെ സപ്ലയർ ഞങ്ങൾക്കുള്ള ബീഫ് ബിരിയാണി ആയിട്ടാണ് ആദ്യം വന്ന്. ചൂടും കൊണ്ട് പറക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ. ഭക്ഷണം കൊണ്ട് തട്ടുമ്പോൾ ആരായാലും ഒന്നതിൽ കയ്യെത്തിപ്പോവും. എനിക്കുള്ള നെയ്ച്ചോറാണ്. എനിക്ക് നെയ്ച്ചോറും ബീഫ് മസാലയും ബീഫ് വരട്ടി എന്നാൽ നാട്ടിലെ കല്യാണപ്പുരയിൽ പോയി കിട്ടുമ്പോൾ ഒരു സുഖ. ആ നെയ്ച്ചോറും ആ ബീഫ് മസാലയും ഒരു പപ്പടവും ഉണ്ടാക്കുമ്പോഴേക്ക് തന്നെ മൂക്കർക്ക് ആ നെയ്ച്ചോറിൻ്റെ ആ നെയ്യിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരുന്നു. ജേഷനയിൽ കൈയ്യൊട്ടി മൂപ്പര് എൻ്റെ അടുത്ത് നിന്നൽ തുടങ്ങി. ഞാനൊന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴേക്ക് ജ്യേഷ്ഠൻ്റെ കൈ എൻ്റെ ഇലയിലേക്കാണ് വരുന്നത്. എനിക്ക് എൻ്റെ നെയ്ച്ചോറും മസാലയും ഇഷ്ടപ്പെട്ടു. ഭക്ഷണത്തൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ പുറത്തിറങ്ങി. നല്ല വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇവിടെ. നെയ്ച്ചോറ് കഴിക്കുമ്പോൾ സാധാരണ റേറ്റേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ ചായക്കട അന്വേഷിച്ച ആൾക്കാർ വരുന്നത്. ബഹ്റൈനിലെ ഹുദൈബിയയിലാണ്, അൽഹംബ്ര തിയേറ്ററിൻ്റെ തൊട്ട് മുമ്പിലാണിത്. ഇതിൽ തൊട്ട് മുമ്പിൽ ടെൻഷൻ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരുന്നാൽ